കണ്ണൂരിൽ CPM ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കി. സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എരമരം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനെയാണ് പുറത്താക്കിയത്. കാനായിൽ സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘത്തിൽ സജീഷ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവക 1.5 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇയാളെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ മനു തോമസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഈ പുറത്താക്കലിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതായത് മനു തോമസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ റൊട്ടേഷൻ സംഘങ്ങൾക്കും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കും പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് മനു തോമസ് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇയാളെ പുറത്താക്കിയ വിവരം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ചർച്ചയാകുന്നത്. ഇയാളുടെ കൂടെ അർജുൻ നായകി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തിനാ തന്നെയും കാനായിൽ സ്വർണം പൊട്ടിക്കാൻ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് സജേഷ്. ആ ഒരു സമയത്ത് നാട്ടുകാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും അടക്കം ഇയാളെ പിടിച്ച് വെക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ നായകി അടക്കമുള്ള സംഘത്തിന്റെ കൂടെ ഈ സജേഷ് ഉണ്ടായിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ ആ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു സജേഷ് എന്ന് പറയുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കാർ ഡ്രൈവർ ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇയാളെ പുറത്താക്കുന്നത്. നേരത്തെ തന്നെ മനു തോമസ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പാർട്ടി വലിയ രീതിയിലുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു വിശദീകരണമോ നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം കൂടെ പുറത്തു വരുമ്പോൾ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുന്നത്. ദേവിക. കണ്ണൂരിൽ നിന്ന് അർജുൻ PS വിവരങ്ങൾ പങ്കുവച്ചു.